आहले हवस अब घबराते डूब के बहरे गमे शके तेल न था इन बेचारों को अंदाजा गहराई का अंदाजा गहराई का അഹലെ ഹവസ് അബ് ഘബ്രാത്തെ ഹെ. മോഹിതരായ ആളുകൾ ഈ പ്രണയം കണ്ട് പ്രണയത്തിൻ്റെ അനുഭൂതിയെ തൊട്ടറിയണമെന്ന് ആഗ്രഹിച്ച് മോഹിതരായ ആളുകൾ അവർ ഈ പുറംമോടിയിൽ മാത്രമുള്ള പ്രണയമാണ് കണ്ടിട്ടുള്ളത്. രണ്ടുപേർ ഒന്നിച്ചിരിക്കുന്നു, പരസ്പരം ആലിംഗനം ചെയ്യുന്നു, കിഞ്ചന വർത്തമാനങ്ങൾ പറയുന്നു, ഒരു പാത്രത്തിൽ ഇരുന്ന് ഉണ്ണുന്നു, ഒരു പാത്രത്തിൽ പാനം ചെയ്യുന്നു, ഒന്നിച്ച് സഞ്ചരിക്കുന്നു. പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു അനുഭൂതി. പക്ഷെ ഈ അനുഭൂതി അത്ര മനോഹരമായിട്ടാവില്ല ഒരു പക്ഷെ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. ഒരു ഘട്ടത്തിൽ ഇത് വളരെ മനോഹരമായി തോന്നുമെങ്കിലും പിന്നീടവ മനസ്സിനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങും. പല കാര്യങ്ങളിലും കാണാച്ചരടുകൊണ്ട് ബന്ധിക്കപ്പെട്ട പോലെ അവൻ അല്ലെങ്കിൽ അവൾ ഉരുകിത്തീരും. ഒരു കാരാഗ്രഹത്തിൽ അകപ്പെട്ട തടവു പുള്ളിയെപ്പോലെ പ്രണേതാക്കൾ വിഷമത്തിലാകും. അഹ്ലെ ഹവസ് അബ് ഘബ്രാത്തെ ഹെ. ആ മോഹിതരായ ആളുകൾ ഇപ്പോൾ ഭയപ്പാടിലാണ്. ഡൂബ് കെ ബഹരെ ഗമ്മെ ഷക്കീൽ. കവിയോട് തന്നെ പറയാണ്, ഷക്കീൽ ഇന്ന് ആ ആളുകൾ പരിഭ്രാന്തരാണ്. അവരെങ്ങനെയാ പരിഭ്രാന്തരായതെന്നറിയോ? അവർ ഈ ദുഃഖ സമുദ്രത്തിൽ ആഴ്ന്നു കളഞ്ഞിട്ടുണ്ട്. പ്രണയത്തിന് ശേഷമുള്ള ആ ദുഃഖത്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ, അതവർ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രണയത്തിൽ സന്തോഷം മാത്രമാണ് സംഭവിക്കുക എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. ആ ബന്ധം നിലനിൽക്കെ തന്നെ പോലും ദുഃഖത്തിൻ്റെ സമുദ്രത്തിലേക്ക് എറിഞ്ഞ പോലെയാണ് അവർ വന്നു വീഴുക. അവർ ഈ ദുഃഖ സമുദ്രത്തിൽ ആഴ്ന്നു തുടങ്ങിയപ്പോൾ പരിഭ്രാന്തരായിരിക്കുന്നു ഷക്കീൽ. എന്നിട്ടോ പെഹലെ നഥ ബേച്ചാരോക്കോ അന്താസ ഗഹരായി കാ. പാവങ്ങൾക്ക്, ഈ മോഹിതർക്ക് ഈ ദുഃഖ സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഒരു ഊഹവുമില്ലായിരുന്നു എന്നതാണ് സത്യം. ഇത്രമേൽ ദുഃഖപരവശമായ ഒരവസ്ഥയിലൂടെ തങ്ങൾ കടന്നു പോകേണ്ടി വരുമെന്ന് അവർ സ്വപ്നേന നിരീക്ഷിച്ചിരുന്നില്ല. അതിലേക്ക് ആഴ്ന്നു തുടങ്ങിയപ്പോൾ അവർ പരിഭ്രാന്തരായിരിക്കുന്നു, അസ്വസ്ഥരായിരിക്കുന്നു, ഭയപ്പാടിലായിരിക്കുന്നു. ഷക്കീൽ, ഈ മോഹിതർ ഇന്ന് വല്ലാതെ അസ്വസ്ഥരാണ്. വളരെ വലിയൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഷക്കീൽ ബദായനി ഈ മക്തയിൽ മുന്നോട്ട് വെക്കുന്നത്. മക്ത നമുക്കറിയാവുന്ന കാര്യമാണ്. കവിയോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കവി ഉറക്കെ പറയുന്ന രീതിയിൽ ഒരു ഈരടി ഗസലിൻ്റെ അന്ത്യം കുറിക്കുന്നതായിട്ട് ഉണ്ടാകും. ആ ഈരടിയാണ് മക്ത എന്ന് പറയുന്നത്. ആ മക്തയിൽ കവിയുടെ പേരുണ്ടാകും. അതാണ് അതിൻ്റെ ഭംഗി. ഇവിടെ ഷക്കീൽ ബദായനി ഷക്കീൽ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഷക്കീലിനെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. പണ്ട് ഒരു ബോധ്യവും ഉണ്ടായിരുന്നില്ല ഈ ദുഃഖക്കയത്തിനെ കുറിച്ച്, ഈ ദുഃഖ സമുദ്രത്തെക്കുറിച്ച്. അതിൽ ആഴ്ന്നു തുടങ്ങിയപ്പോൾ മാത്രമാണ് അതിത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു എന്ന ഒരു ബോധ്യം കടന്നു വരുന്നത്. ഒരു ഊഹവുമില്ലാത്ത ആഴത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ, പ്രണയം നമ്മൾ കണ്ടതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ മോഹിതനും ഉണ്ടാകുന്ന അനുഭവത്തെയാണ് ഷക്കീൽ ഈ പറഞ്ഞു വെക്കുന്നത്.